Hello dear students, in this video I am going to discuss the fourth chapter, Learning to be a Mother. It's an essay written by Shashi Deshpande. Speaking about the author, she is the most famous novelist of the contemporary Indian literature in English. Most of her works reflect the lives of women in modern Indian society. And her first novel, titled The Dark Holds No Terrors, and she won Sahitya Academy Award for the novel That Long Silence. Next, about the essay Learning to be a Mother, it can be seen as an autobiographical work, and this essay challenges the patriarchal views of motherhood. The title seemingly is a misleading one to the reader. The reader may assume that this essay is an instruction manual on how to be a mother. നമുക്ക് ടൈറ്റിൽ കാണുമ്പോൾ എന്താ തോന്നുക? റീഡറിനൊരു മിസ്ലീഡിങ് ചെയ്യുന്ന പോലത്തെ ഒരു ടൈറ്റിലാണ്. നമ്മൾ ഈ ടൈറ്റിൽ കാണുമ്പോൾ തോന്നും ഇതൊരു അമ്മയാവാനുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, അമ്മ എങ്ങനെ ഉണ്ടാവണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കുമെന്ന് നമുക്ക് തോന്നും. ബട്ട് it is not at all about the instructions or nothing. It is about the idea of motherhood. എങ്ങനെയാണ് മാതൃത്വം, അതുപോലെ തന്നെ അതിന് ചുറ്റും നിൽക്കുന്ന കുറച്ച് കെട്ടുകഥകൾ, മിത്സ് മീൻസ് കെട്ടുകഥകൾ. ആൻഡ് ആക്ച്വലി ശശി ദേശ്പാണ്ഡെ ഡീബങ്സ് ദ മിത്സ് റിലേറ്റഡ് ടു മദർഹുഡ്. മാതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കെട്ടുകഥകളെ പൊളിച്ചെഴുതുകയാണ്. ഡീബങ്സ് മീൻസ് പൊളിച്ചെഴുതുക. നെക്സ്റ്റ്, ദിസ് എസ്സേ ഓൾസോ ചാലഞ്ചസ് ദ നോഷൻ ഓഫ് വാട്ട് എ മദർ ഈസ് മെൻറ്റ് ടു ബി. നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട് അമ്മ എങ്ങനെയായിരിക്കണം. ആ ഒരു ധാരണയെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഇമേജ് ഓഫ് മദർ ആസ് എ സെയിൻറ്റ്ലി ഫിഗർ. അതുപോലെ തന്നെ ആ ഒരു അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവികമായിട്ടുള്ള ആ ഒരു ഇമേജിനെ ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, ഓതറിൻ്റെ എക്സ്പീരിയൻസ്, അമ്മയായതിനു ശേഷമുള്ള ഓതറിൻ്റെ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഈ എസ്സേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Shashi Deshpande begins her essay by quoting the words of Anne Taylor, who is an American novelist. ആ വരികൾ ഇങ്ങനെയാണ് പോകുന്നത്: കൂടുതൽ ആൾക്കാരും കുട്ടികളുടെ മനസ്സ് വായിക്കാനുള്ള അമ്മയുടെ അസാധാരണ കഴിവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ അമ്മയുടെ മനസ്സ് കുട്ടി എങ്ങനെ വായിക്കുന്നു ആരും തന്നെ നോക്കാറില്ല. In the beginning of the essay, Shashi Deshpande speaks of her mother and her picture of motherhood. In fact, the author has got some pieces of wisdom from her mother, and this refers to the concept of motherhood. അതായത് തൻ്റെ അമ്മയിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അമ്മ എന്ന ഫിഗർ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ അമ്മയിൽ നിന്ന് ഓതറിന് കിട്ടിയിട്ടുണ്ട്. അതായത് ചില സാമ്പ്രദായികമായ അമ്മയെ അനുബന്ധിച്ചിട്ടുള്ള ചില ഇമേജസ്, മദർ ഇമേജസ് എന്തൊക്കെയാണ്? ഡിവൈൻ ഫിഗറാണ്, ദൈവീകമാണ് അമ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണലാണ്, യാതൊരു കണ്ടീഷനുമില്ല. എപ്പോഴും ക്ഷമിച്ചിരിക്കുന്നത് അമ്മയാണ്. എന്ത് തെറ്റ് ചെയ്താലും അമ്മ ആ കുട്ടിയെ ക്ഷമിച്ചിരിക്കും. അതുപോലെ തന്നെ ഷീ ഈസ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡിങ്, സിമ്പത്തൈസിങ്, ആൻഡ് ഷീ ഈക്വലി ഗീവ്സ് ഹെർ ലവ് ടു ഓൾ ഹെർ ചിൽഡ്രൻ ഈക്വലി. എല്ലാവരും ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചൈൽഡ് ബർത്ത് പ്രോസസ്സിൽ തന്നെ നോബിൾ ക്വാളിറ്റീസ് ഓഫ് മദർഹുഡ് കംസ് ടു ദ വുമൻ നാച്ചുറലി, ആൻഡ് ദിസ് ചൈൽഡ് ബർത്ത് പ്രോസസ് ഈസ് പെയിൻഫുൾ ബട്ട് എ ജോയസ് വൺ. അത് വേദനാപരമായ ഒരു പ്രസവം എന്ന് പറയുന്നത് വേദനാജനകമാണെങ്കിൽ പോലും അതെന്താണ്, അത് സന്തോഷം തരുന്ന ഒരു പ്രോസസ്സാണ്. ഇതൊക്കെയാണ് ചില മിത്സ്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഫ്രെയിം വർക്ക് ചെയ്യപ്പെട്ട ചില കാര്യങ്ങൾ. ഇതിനെ ഓതർ പൊളിച്ചുടക്കുകയാണ്. അതെങ്ങനെയാണ് അവർ ഓരോരോ ഘട്ടത്തിൽ, അവർ വളർച്ചയുടെ ഓരോരോ ഘട്ടത്തിലും
അവർക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ദ ഓതർ സേസ് ആൻഡ് വാട്ട് വാസ് ദ റിയാലിറ്റി. ശരിക്കും ഇതൊക്കെ നമ്മളെ പിക്ചേഴ്സാണ്, മനസ്സിലുള്ള പിക്ചേഴ്സാണ് ഇതുവരെ പറഞ്ഞത്. ഇനി വാട്ട് വാസ് ദ റിയാലിറ്റി? വെൻ ദ ഓതർ ഈസ് എ ചൈൽഡ് ഷീ റിയലൈസസ് ദാറ്റ് മദേഴ്സ് ലവ് ഈസ് കണ്ടീഷണൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അൺകണ്ടീഷണൽ ലവ് അല്ല. ഇഫ് യു ആർ എ ഗുഡ് ബോയ് ഐ വിൽ ഗിവ് യു എ ചോക്ലേറ്റ് ഓർ ഐ വിൽ ലവ് യു. ഇഫ് യു ആർ ബാഡ് ബോയ് ഐ വിൽ നോട്ട് ലവ് യു. അങ്ങനെ തന്നെ അമ്മ പറയുന്നുണ്ട്. ആൻഡ് അവരുടെ കുട്ടികളെ തമ്മിൽ അവർ പാർഷ്യാലിറ്റി കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ കൂടുതൽ അവരുടെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ തോന്നുക? ദേ ആർ ടയേർഡ് ഓഫ് ദെയർ ചിൽഡ്രൻ. ദേ വിൽ സേ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. നീ എന്താ ഒന്ന് പുറത്തു പോയിക്കൂടെ, ഒന്ന് പുറത്തു പോയി കളിച്ചൂടെ, അങ്ങനെയൊക്കെ പറയും അമ്മമാർ. ആസ് ദി ഓതർ ഗ്രൂ ഓൾഡർ ഷീ റിയലൈസ്ഡ് മോർ തിങ്സ് such as mothers can thwart their children's ambitions. മദേഴ്സ്, അമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കുട്ടികളുടെ ആംബിഷൻസിനെ തടയിടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിഷസ്, ദേ ഫുൾഫിൽ ദെയർ വിഷസ് ത്രൂ ദെയർ ചിൽഡ്രൻ. അവരുടെ ആഗ്രഹങ്ങൾ കുട്ടികളിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മയും കുട്ടിയുടെ ഇടയിലുള്ള യുദ്ധത്തിന് അവർ ഏതാണ് വെപ്പനായിട്ട് യൂസ് ചെയ്യുന്നത്? ഈ മദേഴ്സ് സാക്രിഫൈസ് ആണ്. അമ്മയുടെ ത്യാഗം ഒരു വെപ്പനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സീക്രറ്റ്സ് നിങ്ങൾ അമ്മമാരോട് പറയാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് ശശി ദേശ്പാണ്ഡെ പറയുന്നത്. എന്തുകൊണ്ടാണ്? അവരെ നിങ്ങൾക്കെതിരെ അത് ബ്ലാക്ക്മെയിലായിട്ട് യൂസ് ചെയ്യാം. സോ മെനി ഇമേജസ് ഓഫ് ദിസ് കൺവെൻഷണൽ മദർ ഫിഗേഴ്സ് ആർ ഡിസ്ട്രോയിഡ് ഓർ ഡിബങ്ക്ഡ് ബൈ ദി ഓതർ. Next, Shashi Deshpande becomes a mother and says that this childbirth process is very painful, cruel and very ugly. So here Shashi Deshpande wonders that what happened to her, about her range. No nobility came to her. എന്താണ്, അമ്മയുടെ നോബിൾ ക്വാളിറ്റീസ് ഒന്നും അവരുടെ അടുത്തേക്കൊന്നും പെട്ടെന്നൊന്നും വന്നിട്ടില്ല. ഷീ ഈസ് ദ സെയിം. അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആൻഡ് ഷീ ഹാസ് ഹെർ ഓൺ ഫിയേഴ്സ് ആൻഡ് ഡൗട്ട്സ് അബൌട്ട് റൈസിങ് എ ചൈൽഡ്. ഒരു കുട്ടീനെ എങ്ങനെ വളർത്തണം എന്നുള്ള പേടിയും ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ചില ടൈമിൽ കുട്ടി ഇങ്ങനെ കൂടുതൽ കരയുമ്പോൾ, അവരെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ്, പഴയ കാലം മതിയായിരുന്നു. ഷീ വാസ് നൊസ്റ്റാലജിക് അബൌട്ട് ഹർ ഗുഡ് ഓൾഡ് ഡേയ്സ് വെൻ ഷീ വാസ് ഹാഫ് സാവേജ്, ഹാർഡി ആൻഡ് ഫ്രീ. ആ പഴയ കാലത്ത് അവർക്ക് തന്നിഷ്ടം പോലെ നടക്കും, ഫ്രീ ആയിട്ട് നടന്നു, അവരുടെ എന്താണോ ഇഷ്ടം അതുപോലെ നടന്നു. പക്ഷെ കുട്ടി വന്നതിന് ശേഷം അതൊന്നും അവർക്ക് സാധിക്കാത്തതുകൊണ്ട് ഷീ ബിക്കംസ് നൊസ്റ്റാലജിക് അബൌട്ട് ഹർ ഓൾഡ് ഡേയ്സ്. ഇവിടെ എന്താണ്, അമ്മയായതിനു ശേഷം അവരുടെ പഴയ ക്വാളിറ്റീസ് ഒന്നും വിട്ട് ഞാൻ അമ്മയായി, ഞാൻ നല്ല ക്വാളിറ്റീസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതല്ല. ഷീ ഈസ് എ ഹ്യൂമൻ എന്ന് അവിടെ പോയിന്റ് ചെയ്ത് പറയുകയാണ്. ദെൻ ശശി ദേശ്പാണ്ഡെ's children grew older and the mother and children always quarreling over trifles. ചെറിയ ചെറിയ കാര്യത്തിന് പോലും അമ്മയും മക്കളും അടികൂടാറുണ്ട്. സോ ദ other thinks that she was caught in the maddening tangle. ഒരു ഊരാങ്കുടുക്കിൽ പെട്ടുപോയ പോലത്തെ ഒരവസ്ഥയായിരുന്നു ശശി ദേശ്പാണ്ഡെക്ക് തോന്നിയത്. After a long gap, Shashi Deshpande was able to unravel these few tangled threads. കുട്ടികളുമായി എന്തുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ കാര്യത്തിന് പോലും ഇങ്ങനെ വെറുതെ വൈക്കാലിയാവുന്നു, ഇതിനുള്ള കാരണം അവർ തേടുകയാണ്. കുറേ കാലത്തിന് ശേഷം ആലോചിക്കുമ്പോൾ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ പറയുകയാണ്. ശശി ദേശ്പാണ്ഡെക്ക് ഒരമ്മയുണ്ട്. അവരുടെ അമ്മയ്ക്ക് വളരെ ചെറുതിൽ തന്നെ അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഈ അമ്മ, ശശി ദേശ്പാണ്ഡെ അമ്മ, ഒരു ഐഡിയൽ മദറിനെ, ഒരു പെർഫെക്റ്റ് മദറിനെ അവരെ മനസ്സിൽ സ്ഥാപിച്ചു. അത് തന്നെയാണ് ശശി ദേശ്പാണ്ഡെക്കും ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തത്. അപ്പോൾ എന്താണ്, ഈ ഫാൻറ്റസി മദർ, ഈ നമ്മളുടെ മനസ്സിൽ മാത്രം ഒരു ഐഡിയൽ മദറിനെ സ്ഥാപിച്ചു വെച്ചാൽ, അപ്പോൾ നമ്മളൊരു അമ്മയായതിനു ശേഷം നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് എന്താണ് തോന്നിയത്? ആ ഒരു അമ്മേൻ്റെ അത്ര പോലും, ആ ഒരു ഫാൻറ്റസി മദറിൻ്റെ അത്ര അടുത്ത് കൂടി പോലും എനിക്ക് പോവാൻ സാധിച്ചില്ല. ആ ഒരു കുറ്റബോധം കൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഊരാങ്കുടുക്കുകൾ അവരുടെ ലൈഫിലുണ്ടായത്. ഇങ്ങനെയുള്ള ഫാൻറ്റസി മദറിൻ്റെ പിക്ചർ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും.
ശശി ദേശപാണ്ഡെ ജനറലൈസസ് ഇറ്റ്. ആൻഡ് ദിസ് ഇങ്ങനെയുള്ള ഐഡിയ നമ്മളുടെ എല്ലാ കെട്ടുകഥകളിലും ഒക്കെ ഉണ്ടായില്ലേ. ദിസ് ഐഡിയ ഈസ് എംബഡഡ് ഇൻ മിത്സ് ആൻഡ് സ്റ്റോറീസ്. അങ്ങനെയുള്ള ഒരു സ്റ്റോറി നമുക്കറിയാം. ഒരു മകൻ തൻ്റെ വൈഫിന് വേണ്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോയി ഹൃദയം ചോദിക്കുന്നു. അമ്മ സന്തോഷത്തോടെ ഹൃദയം കൊടുക്കുന്നു. തിരിച്ച് ഹൃദയവുമായി പോകുമ്പോൾ മകൻ തെന്നി വീഴുമ്പോൾ അമ്മ പറയുന്നു, മോനെ സൂക്ഷിക്കുക. ഈ കഥയിൽ എന്താണ്? അമ്മ എന്ന് പറയുന്നത് ഭയങ്കരമാണല്ലേ. ഇങ്ങനെയുള്ള സ്റ്റോറീസ് സ്ത്രീകൾക്ക് ഒരു ഹാലോ മീൻസ് ദൈവീകത കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ, റിഫ്യൂസ് ചെയ്യാൻ ഒരു സ്ത്രീയും റെഡി ആവില്ല. നെക്സ്റ്റ്, ശശി ദേശപാണ്ഡെ ഡിസ്കസസ് ദ പോർട്രയൽ ഓഫ് മദേഴ്സ് ഇൻ ഇന്ത്യൻ മൂവീസ്. ദിസ് പാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, സോ പ്ലീസ് നോട്ട് ഇറ്റ്. ഹൗ ആർ ദ mothers portrayed in movies? They are pure, simple, and they are often a widow clad in white dress. She need not be a wife. Here you can see that mother is very simple, pure, and she thinks only about her children. Her world is her children, and all qualities are squeezed out of her. No qualities are given. Even humanhood is removed from her. She is given only this motherhood. And in any film, നിങ്ങൾ ഏതെങ്കിലും ഫിലിമിൽ ഒരമ്മ ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ഒരു നല്ലൊരമ്മ ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? അങ്ങനെയുള്ള ഒരു സാധാരണ ഒരു ഹ്യൂമൻ ക്വാളിറ്റി പോലും കൊടുക്കാറില്ല. ഒരു ഹങ്കർ എന്ന് പറയുന്നത് ഒരു എല്ലാ മനുഷ്യന്മാർക്കുള്ളതല്ലേ, അതുപോലും ആ അമ്മക്ക് മൂവീസിൽ കൊടുക്കാറില്ല. അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഒന്നും മൂവീസിൽ കൊടുക്കാറില്ല. നത്തിങ് ഫോർ ഹർ സെൽഫ്, സ്വന്തമായിട്ട് ഒന്നുമില്ല. എവ്രിതിങ്, ഡ്രീംസ്, സ്വപ്നങ്ങൾ, ഡിസയേഴ്സ്, ആംബിഷൻസ്, ജോയ്സ്, സോറോസ് എല്ലാം അവരുടെ കുട്ടികൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും. അതിന് പുറമെ അവർക്കൊന്നും വേണ്ട. എല്ലാം മക്കൾക്ക് വേണ്ടി ത്യജിക്കുന്ന ഒരു അമ്മയാണ് നിങ്ങൾ കൂടുതലും ഇന്ത്യൻ മൂവീസിൽ കാണുന്നത്. സോ ഹിയർ ദ ഓതർ ഈസ് ഇൻ കൺഫ്യൂഷൻ ആൻഡ് ആങ്കർ. ഒരു കൺഫ്യൂഷൻ, ഒരു ദേഷ്യമൊക്കെയാണ്. എന്താണ്? താനൊരമ്മയായി ചിന്തിക്കുമ്പോൾ, അതുപോലെ തന്നെ അവരുടെ അമ്മയുടെ മുകളിലുള്ള അവരുടെ എക്സ്പെക്റ്റേഷൻസ്, ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൂടുതലും കൺഫ്യൂഷൻ, ആങ്കറാണ്. അത് തന്നെയാണ് അവരുടെ റൈറ്റിങ്സിലും അത് റിഫ്ലക്റ്റ് ചെയ്തത്. സോ വെൻ യു റീഡ് ദ സ്റ്റോറീസ് ഓഫ് ശശി ദേശപാണ്ഡെ, യു കനോട്ട് സീ എ ലവിങ് മദർ. അവിടെ എന്താണ്? അൺവുമൻലി മദേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ആക്ച്വലി ശശി ദേശപാണ്ഡെ റിജക്ട്സ് ദിസ് സ്റ്റീരിയോടിപ്പിക്കൽ പോർട്രയൽ ഓഫ് എ മദർ. ഒരു സ്റ്റീരിയോ ടൈപ്ഡ് മദറിനെ നിങ്ങൾ ഒരിക്കലും ശശി ദേശപാണ്ഡെ വർക്ക്സിൽ കാണാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ശശി ദേശപാണ്ഡെ സേസ് ദാറ്റ് ഈ മാതൃത്വം എന്ന് പറയുന്നത് നാച്ചുറലാണ്. പൊതുവെ നേച്ചറിൻ്റെ ഗോൾ എന്താണ്? ബർത്ത് ആൻഡ് സർവൈവൽ. അമ്മ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ സർവൈവ് ചെയ്യാൻ വേണ്ടി നേച്ചർ തന്നെ അവരുടെ ഇടയിൽ ഒരു റിലേഷൻ കൊടുക്കുന്നു. സോ വി ഷുഡ് ആക്സെപ്റ്റ് ദാറ്റ് മദേഴ്സ് ആർ ഹ്യൂമൻസ്. അവർക്ക് മനുഷ്യന്മാരാണ്. ദേ ക്യാൻ ബി സെൽഫിഷ്, ദേ ക്യാൻ ഹാവ് ദെയർ ഓൺ ഫ്രീഡം. സോ ഒരിക്കലും നമ്മൾ മാതൃത്വം നമുക്ക് അളക്കാൻ, ഒരളവ് കോളി കൊണ്ട് അളക്കാൻ സാധിക്കില്ല. ബിറ്റ്വീൻ ദ ടു എക്സ്ട്രീംസ് ഓഫ് എ ബാഡ് ആൻഡ് ഗുഡ് മദർ ദെയർ ലൈസ് എ റിയൽ മദർ. ശരിക്കുള്ള അമ്മ എവിടെയോ ഈ ബാഡ് മദറിൻ്റെയും ഗുഡ് മദറിൻ്റെയും ഇടയിൽ എവിടെയോ നിൽക്കുന്നുണ്ട്. സോ ദിസ് മദർഹുഡ് കാൺട്ട് ബി കാലിബ്രേറ്റഡ്. അതുപോലെ തന്നെ ദി ഡൗട്ട്സ് ആൻഡ് ആഗ്നീസ് ഓഫ് എ ന്യൂ മദർ എന്താണ്? എപ്പോഴും ഇപ്പോൾ പുതുതായിട്ട് അമ്മമാരായവർക്ക് എന്താണ്? എപ്പോഴും ഡൗട്ട്സ് ആയിരിക്കും, പേടിയായിരിക്കും. എന്താണ്? ശരിക്കും താനൊരമ്മയല്ലേ? കുട്ടി ഇങ്ങനെ കരയുമ്പോൾ ദേഷ്യം വരുന്നതും, അതുപോലെ തന്നെ ഈ ഒരു ട്രാപ്പായിട്ട് തോന്നുന്നത്, ഈ മാതൃത്വം എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാപ്പായിട്ട് തോന്നുന്നതും, അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ ഒരു കണ്ടിന്യൂസ് ഡിമാൻഡ്, ഈ ഫീഡിങ് ഒക്കെ എപ്പോഴും കണ്ടിന്യൂസ് ആയത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കാത്തവരുള്ള നമുക്കുള്ള ദേഷ്യം, അതൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് അമ്മമാർക്കുള്ള ഡൗട്ട്സും ആഗനീസും. ഇതിനെക്കുറിച്ച് ശശി ദേശപാണ്ഡെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ഓതർ talks about the biggest challenge a woman faces, that is how to balance her writing and her family. And in this context, author mentions one of the book written by famous feminist Simone de Beauvoir. The book's name is A Very Easy Death. ഈ question, who wrote the book A Very Easy Death,
അല്ലെങ്കിൽ സിമോൺ ഡി ബുവറിൻ്റെ ബുക്ക് ഏതാണെന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ പ്ലീസ് റിമെമ്പർ ദ ബോത്ത് നെയിംസ്. എ വെരി ഈസി ഡെത്ത് റിട്ടൺ ബൈ സിമോൺ ഡി ബുവർ. ഈ ഒരു ബുക്കിൽ സിമോൺ ഡി ബുവർ ഒരു ഘട്ടം എത്തുന്നുണ്ട്. അവരുടെ അമ്മയ്ക്ക് ഹോസ്പിറ്റലൈസ് ആവുമ്പോൾ ഷീ ഫീൽസ് അൺകംഫർട്ടബിൾ. ഷീ ഈസ് എഫക്റ്റഡ് ബൈ ഹർ hospitalization. It is because she has confined her mother within a framework that ഈ illness hospitalization ആ ഫ്രെയിംവർക്കിൽ വരുന്നില്ല. So when her mother goes out of it, it affects her. In the same way, we all confine our mother to this framework. നമ്മളുടെ ഫ്രെയിംവർക്കിൽ നിന്ന് അമ്മമാർ പുറത്തു പോകുമ്പോൾ we feel uncomfortable. For example, author says, അവരുടെ ഫ്രണ്ടിൻ്റെ അമ്മ എന്ത് ചെയ്തു, മുടി നല്ലോണം ഷോർട്ടാക്കി വെട്ടി. അപ്പോൾ ഈ മകൾ എന്താ പറയുന്നത്, നിന്നെ കാണാൻ ഒരു അമ്മയെ പോലെയല്ല. ഇതുപോലെ തന്നെയാണ് എല്ലാ മക്കളും അവരുടെ അമ്മമാരെക്കുറിച്ചുള്ള ചിന്തകൾ. ഒരിക്കലും അമ്മമാർ അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നെക്സ്റ്റ്, ശശി ദേശ്പാണ്ഡെ മെൻഷൻസ് മിസ്സസ് ഗാസ്കിൽ, who is the biographer of Charlotte Bronte, is another writer. And she says that for a man, being a writer is merely a change of profession. പുരുഷന് റൈറ്റർ ആണെങ്കിൽ അവരുടെ പ്രൊഫഷൻ മാറി, അത്രയേ ഉള്ളൂ. പക്ഷേ for a woman, she had to balance work and her family life. And Kadek always, who is an artist, says that women has virtually limited working time as she had to balance between her family life and the work. The author feels that she is able to balance both the works, both the family life and her writing, but the author feels guilty when her son asked whether they disturbed her when she was working. അവരുടെ മകൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ എഴുതുന്ന ടൈമിൽ നമ്മൾ എപ്പോഴെങ്കിലും വന്ന് ഡിസ്റ്റർബ് ചെയ്തോ? ഈ ഒരു ക്വസ്റ്റ്യൻ അവരുടെ ഒരു ഗിൽറ്റി ഫീലിംഗ് കൊണ്ടുവരികയാണ്. ബിക്കോസ് ഹർ ക്രിയേറ്റീവ് വർക്ക്, ഈ ഒരു എഴുത്ത് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ടൈം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഷീ ഡെഡിക്കേറ്റഡ് ഹെർ സെൽഫ് ടു ഹർ വർക്ക്. കൂടുതൽ അവരെ റൈറ്റിങ്സിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾ ആഗ്രഹിച്ച ഒരു അമ്മയാവാൻ സാധിച്ചില്ല എന്നൊരു കുറ്റബോധം ഓഥറിന് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഷീ മെൻഷൻസ് ആൻ ഐറിഷ് പ്ലേ റൈറ്റ് ബേർണാഡ് ഷോ. അവരെന്താണ് പാരൻറ്ഹുഡിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഹി സേസ് ദാറ്റ് ഓഡ്നെസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രൊഫഷൻ പാരൻറ്ഹുഡാണ്. പക്ഷേ എല്ലാവരും എന്താ ചെയ്യുന്നത്, ഈ ഒരു പ്രൊഫഷനെ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഏറ്റെടുക്കുന്നു. മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രൊഫഷൻ ഈസ് പാരൻറ്ഹുഡ്, ബട്ട് വിത്തൗട്ട് എനി qualification, people take this parenthood. In the last part, Shashi Deshpande rejects the concept of self-sacrifice. Here it means mother sacrificing everything for her children. അമ്മയ്ക്കൊന്നും വേണ്ട, സ്വന്തമായിട്ട് മൊത്തം മക്കൾക്ക് ത്യജിച്ച് ജീവിക്കുക. അങ്ങനെയുള്ള ഒരു ജീവിതം എന്തായിരിക്കും? രണ്ടുപേരെയും അത് ബാധിക്കും, അമ്മയെയും മക്കളെയും. ദിസ് വിൽ ഡിവോർ ബോത്ത് മദർ ആൻഡ് ദ ചൈൽഡ്. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അമ്മ ആ കുട്ടി വേറെ എവിടെയെങ്കിലും പോയതിന് ശേഷം പിന്നെ അവരുടെ ലൈഫിൽ ഫുൾ ഓഫ് എംപ്റ്റിനെസ്സാണ്. എംപ്റ്റിനെസ് ഫിൽഡ് വിത്ത് ഫ്രസ്ട്രേഷൻ ആൻഡ് ഡിസ്പയർ. എപ്പോഴും ഒരു ഫ്രസ്ട്രേഷൻ, വിഷമമായിരിക്കും. മരണം വരെ ഈ ഒരു എംപ്റ്റിനെസ് അവരുടെ കൂടെ ഉണ്ടാവും. സോ ശശി ദേശ്പാണ്ഡെ കൺക്ലൂഡ്സ് ഹെർ എസ്സേ ദാറ്റ് ടു ബി എ മദർ ഡസൻറ്റ് റൂൾ ഔട്ട് എവറിത്തിങ് എൽസ് ഇൻ ലൈഫ്. ഒരാളുടെ ജീവിതത്തിൽ അമ്മയായ ബാക്കിയെല്ലാം ഒഴിവാക്കണം എന്നല്ല. എവ്രി വൺ ഈസ് എ ഹ്യൂമൻ ബീയിങ് ഫസ്റ്റ്. എല്ലാവരും ആദ്യം ഒരു മനുഷ്യനായതിനു ശേഷമാണ് എ മദർ നെക്സ്റ്റ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് എസ്സേ. ഇറ്റ്സ് എ വെരി ലോങ് എസ്സേ. I tried my best to make it short for you. If you do have any doubts, please you can ask. Thank you.